സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരവുമായി ലോക പോലീസ് ചമഞ്ഞു നടക്കുന്ന അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളായ നാറ്റോയും ഒരിക്കലും മറക്കാത്ത ഒരു കറുത്ത അധ്യായത്തിന്റെ കഥയാണിത്. 1999 മെയ് 7 അർദ്ധരാത്രിയിൽ ബെൽഗ്രേഡിൽ വീണ ബോംബുകൾ ഒരു കെട്ടിടം തകർത്തു. ചൈന എന്ന ഏഷ്യൻ ശക്തിയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു നയതന്ത്ര യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. യുഗോസ്ലാവിയയിലെ നാറ്റോ ബോംബാക്രമണത്തിന്റെ ഭാഗമായി അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനമായിരുന്നു ബെൽഗ്രേഡിലെ ചൈനീസ് എംബസിക്ക് മുകളിൽ മാരകമായ ബോംബുകൾ വർഷിച്ചത്. യുദ്ധ പശ്ചാത്തലത്തിൽ എംബസി ജീവനക്കാരെ ചൈന നേരത്തെ തന്നെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ആ ആക്രമണത്തിൽ ചൈനീസ് മാധ്യമ പ്രവർത്തകരായ ഷാവോ യുൻഹുവാൻ, സു സിൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ സു യിങ് എന്നിവർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 20-ലധികം നയതന്ത്രജ്ഞർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ചൈനീസ് എംബസിക്ക് നേരെ നടന്ന അമേരിക്കയുടെ ബോംബാക്രമണം ലോകത്തെ ഞെട്ടിച്ചു. ലക്ഷ്യം മാറിപ്പോയതാണെന്നും 440 മീറ്റർ അകലെയുള്ള യുഗോസ്ലാവ് ആയുധ ഇറക്കുമതി ആസ്ഥാനമാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നുമുള്ള സ്ഥിരം അമേരിക്കൻ അബദ്ധ ന്യായീകരണവുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തി. ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന പഴയ ഭൂപടത്തിൽ ചൈനീസ് എംബസിയുടെ സ്ഥാനം ഇതായിരുന്നില്ല. CIA പിഴവ് പറ്റി എന്നായിരുന്നു CIA ഡയറക്ടർ ജോർജ് ടെനറ്റിന്റെ പ്രതികരണം. ആക്രമണം നടത്തുന്നതിന് മുൻപ് ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, എംബസികൾ എന്നിവയുൾപ്പെടെയുള്ള നോ സ്ട്രൈക്ക് ഡാറ്റാബേസ് പരിശോധിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടു. എംബസിയുടെ പഴയ വിലാസമാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നതിനാൽ ഒരു തരത്തിലുള്ള അപകട സാധ്യതയും ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടില്ലെന്ന ന്യായവും അമേരിക്ക നിരത്തി. എന്നാൽ ഈ ഭൂപടക്കഥ വെറും ഒരു നാടകമാണെന്ന് വൈകാതെ തെളിഞ്ഞു. ബ്രിട്ടീഷ് പത്രമായ ദി ഒബ്സർവറും ഡാനിഷ് പത്രമായ പൊളിറ്റിക്കിനും നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. നേപ്പിൾസിലെ നാറ്റോ ഫ്ലൈറ്റ് കൺട്രോളറുടെ കമ്പ്യൂട്ടറിലും ഭൂപടത്തിലും ചൈനീസ് എംബസിയുടെ കൃത്യമായ വിലാസം ഉണ്ടായിരുന്നു. 2 മാസം മുൻപ് യുഗോസ്ലാവിയ വെടിവെച്ചിട്ട അമേരിക്കയുടെ F-117 സ്റ്റെൽത്ത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചൈനീസ് എംബസി ശേഖരിച്ചിട്ടുണ്ടെന്ന സംശയത്തിലും യുഗോസ്ലാവ് സൈന്യത്തിന് ചൈനീസ് എംബസി രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന നിഗമനത്തിലുമാണ് അമേരിക്ക മനഃപൂർവ്വം ബോംബെറിഞ്ഞത് എന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ചില സൈനിക പ്രവർത്തനങ്ങൾ നാറ്റോയുടെ കർശനമായ ചട്ടക്കൂടുകൾക്ക് പുറത്താണ് അമേരിക്ക നടത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടി. നാറ്റോയുടെ കമാൻഡ് ഘടനയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് അമേരിക്ക സ്വന്തം നിലയ്ക്ക് ദൗത്യങ്ങൾ നടത്തിയത് US-ഉം നാറ്റോയിലെ മറ്റ് സഖ്യകക്ഷികളും പ്രത്യേകിച്ച് ഫ്രാൻസും തമ്മിൽ കടുത്ത തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ആക്രമണത്തിനായി അമേരിക്ക ഉപയോഗിച്ച B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനം വിന്യസിക്കാൻ യഥാർത്ഥത്തിൽ നാറ്റോയ്ക്ക് അധികാരമില്ലായിരുന്നു. എന്നാൽ ആക്രമണത്തിന് പിന്നാലെ വെറുതെ ഇരിക്കാൻ ചൈന തയ്യാറായിരുന്നില്ല. നടന്നത് ക്രൂരമായ ആക്രമണവും ചൈനീസ് പരമാധികാരത്തിന്മേലുള്ള കടുത്ത ലംഘനവുമാണെന്ന് ചൈന ഔദ്യോഗിക ടെലിവിഷനിലൂടെ പ്രസ്താവന ഇറക്കി. ഐക്യരാഷ്ട്രസഭയിലെ ചൈനീസ് അംബാസിഡർ ഈ സംഭവത്തെ നാറ്റോയുടെ കിരാതമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചു. ഇത് UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ജനീവ കൺവെൻഷൻ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബോംബാക്രമണത്തിന് തൊട്ടു പിന്നാലെ ചേർന്ന അടിയന്തര ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജിയാങ് സെമിൻ തന്റെ അമർഷം തുറന്നടിച്ചു. എനിക്ക് കടുത്ത ഞെട്ടലും രോഷവുമാണ് തോന്നുന്നത്. സംഭവിച്ചത് നിസ്സാര കാര്യമല്ല, തികച്ചും നിർണായകമായ സാഹചര്യമാണ്. ചൈനീസ് ജനതയെ ഭീഷണിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മാവോ സേതുങ്ങും ഷൗൺ എൻലയും ആണവായുധങ്ങളും ഉപഗ്രഹങ്ങളും വികസിപ്പിക്കുന്നതിലേക്ക് ചൈനയെ നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനകം തന്നെ ആക്രമിക്കപ്പെടുമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തൊട്ടു പിന്നാലെ 1999 മെയ് 12 ഹോങ്കോങ്ങിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചരിത്രത്തിൽ അപൂർവമായ രീതിയിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ 540 എന്ന ഏകകണ്ഠമായ വോട്ടുകളോടെ നാറ്റോയെ അപലപിക്കുന്ന പ്രമേയം പാസാക്കി. പാശ്ചാത്യ മാധ്യമങ്ങൾ അമേരിക്കയുടെ ഭൂപടത്തിലെ പിഴവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചൈന അത് പൂർണ്ണമായും തള്ളി. മെയ് 12 എംബസി ബോംബാക്രമണം നടന്ന് 5-ാം ദിവസം നടത്തിയ തന്റെ ആദ്യത്തെ പരസ്യ പ്രസ്താവനയിൽ ചൈനീസ് പ്രധാനമന്ത്രി ഷു റോങ്ജി നാറ്റോ സഖ്യത്തെ കപട വിശ്വാസികളെന്ന് അഭിസംബോധന ചെയ്തു. മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കണമെന്നും വംശീയ ഉന്മൂലനത്തെ എതിർക്കണമെന്നും ഇക്കൂട്ടർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ മൂടിവെക്കാനുള്ള വെറും ഒരു പുകമറയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇതോടൊപ്പം ഈ ക്രൂരതയ്ക്ക് അമേരിക്കയും നാറ്റോയും ചൈനീസ് ഗവൺമെന്റിനോടും ജനങ്ങളോടും പരസ്യമായി മാപ്പ് പറയണമെന്ന കർശന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. തൊട്ടു പിന്നാലെ ചൈനയിൽ ജനകീയ രോഷം ആഞ്ഞടിച്ചു.
ബീജിംഗ്, ഷാങ്ഹായ്, ഗാങ്ഷോ നഗരങ്ങളിലെ അമേരിക്കൻ എംബസികളിലേക്ക് ലക്ഷക്കണക്കിന് ചൈനീസ് വിദ്യാർത്ഥികൾ ഇരച്ചു കയറി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുക എന്ന മുദ്രാവാക്യം ചൈനയിലാകെ മുഴങ്ങി. അമേരിക്കൻ പതാകകൾ തെരുവിൽ കത്തിയെരിഞ്ഞു. ചെങ്ഡുവിലെ US കോൺസൽ ജനറലിന്റെ വസതിക്ക് പ്രതിഷേധക്കാർ തീയിട്ടു. ബീജിംഗിലെ അമേരിക്കൻ അംബാസിഡർ ജെയിംസ് സാൻസറും ഉദ്യോഗസ്ഥരും ദിവസങ്ങളോളം എംബസിക്കുള്ളിൽ ഭയന്നു വിറച്ച് തടവിലാക്കപ്പെട്ട അവസ്ഥയിലായി. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ചൈനീസ് പോലീസിന്റെയും സർക്കാരിന്റെയും മൗനാനുവാദവും ഉണ്ടായിരുന്നു. അമേരിക്കയുമായുള്ള എല്ലാ നയതന്ത്ര സൈനിക ഇടപാടുകളും ചൈന ഒറ്റയടിക്ക് മരവിപ്പിച്ചു. അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ബെയ്ജിംഗിലേക്ക് തുടർച്ചയായി വിളിച്ച ഫോൺ കോളുകൾ ചൈനീസ് ഭരണകൂടം നിഷ്കരുണം നിരസിച്ചു. ദിവസങ്ങളോളം ചൈനയിലെ അമേരിക്കൻ ഡിപ്ലോമാറ്റുകൾക്ക് ഭയത്തോടെ കഴിയേണ്ടി വന്നു. ചൈനയുടെ ഈ കടുത്ത നിലപാട് അമേരിക്കയെ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും നടത്തിയ ക്ഷമാപണങ്ങൾ തുടക്കത്തിൽ ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പോലും തയ്യാറായില്ല. ദിവസങ്ങളോളം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ജിയാങ് സെമിൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഫോൺ കോളുകൾ നിരസിച്ചു. ഒടുവിൽ മെയ് 14-ന് ജനറൽ സെക്രട്ടറി ജിയാങ് സെമിൻ ബിൽ ക്ലിന്റന്റെ ഫോൺ കോൾ സ്വീകരിക്കാൻ തയ്യാറായി. 30 മിനിറ്റ് നീണ്ട ആ സംഭാഷണത്തിൽ ക്ലിന്റൺ ചൈനീസ് ജനതയോടും ഭരണകൂടത്തോടും ആഴത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി അറിയിച്ചു. ക്ലിന്റന്റെ ക്ഷമാപണം ചൈന ടെലിവിഷൻ വഴി ജനങ്ങളെ കാണിക്കുകയും പ്രകടനക്കാരെ പിന്തിരിപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്ത ശേഷമാണ് പ്രതിഷേധങ്ങൾ അടങ്ങിയത്. അവിടെയും തീർന്നില്ല. അമേരിക്ക ചൈനയുടെ നിബന്ധനകൾക്ക് മുന്നിൽ പൂർണ്ണമായി മുട്ടുകുത്തി. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമായി $4.5 മില്യൺ അമേരിക്ക നൽകേണ്ടി വന്നു. തകർന്ന ചൈനീസ് എംബസിക്ക് പകരമായി $28 മില്യൺ, ഏകദേശം 230 കോടിയിലധികം രൂപ അമേരിക്കൻ കോൺഗ്രസ് ചൈനയ്ക്ക് നഷ്ടപരിഹാരമായി പാസാക്കി നൽകി. തിരിച്ച് ചൈനയിലെ അമേരിക്കൻ ഓഫീസുകൾക്ക് പ്രതിഷേധക്കാർ വരുത്തിയ നാശനഷ്ടത്തിന് ചൈന $2.87 മില്യൺ നൽകി. ഇതിനു പുറമെ തെറ്റായ കോർഡിനേറ്റ് നൽകിയെന്ന പേരിൽ CIA ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും മറ്റ് 6 മുതിർന്ന ഉദ്യോഗസ്ഥരെ തരം താഴ്ത്താനും അമേരിക്ക നിർബന്ധിതരായി. ഈ സംഭവത്തിന് ശേഷം ചൈന തങ്ങളുടെ സൈനിക നയം പൂർണ്ണമായി മാറ്റി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാനും സൈബർ വാർഫെയർ, ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ എന്നിവ വികസിപ്പിക്കാനും അവർ ഈ ദുരന്തത്തെ ഊർജമാക്കി. പൗരന്മാരുടെ ചോരയ്ക്ക് വില പറഞ്ഞ ലോകശക്തിയായ അമേരിക്കയെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിക്കുകയും നഷ്ടപരിഹാരം വാങ്ങുകയും ചെയ്ത ഈ സംഭവം ആർജവമുള്ള ഭരണാധികാരികൾ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിന്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണമാണ്. 2020-ൽ ബെൽഗ്രേഡിലെ ആ പഴയ എംബസി നിന്നിരുന്ന മണ്ണിൽ ചൈന തങ്ങളുടെ പ്രൗഢമായ ഒരു സാംസ്കാരിക കേന്ദ്രം പണിതുയർത്തി ആ ഓർമ്മ പുതുക്കി നിലനിർത്തുന്നു. ചരിത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കെയാണ് ഒമാൻ തീരത്ത് ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇന്ത്യൻ ഭരണകൂടം ദുരൂഹമായ മൗനം പുലർത്തുന്നതെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയെ നയിക്കുന്നവർക്ക് സ്വന്തം സൈനികരുടെ ജീവനേക്കാൾ വലുത് അമേരിക്കയുടെ സൗഹൃദമാണോ? സ്വന്തം രാജ്യത്തിനും പൗരന്മാർക്കും ഭരണാധികാരികൾ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് 1999-ൽ ചൈന കാണിച്ച ആർജവം. അതിനു മുന്നിലാണ് ഒമാൻ തീരത്തെ ഇന്ത്യൻ വീഴ്ചകളും മോദി സർക്കാരിന്റെ നയതന്ത്രവും ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നത്.